ഹലോ, വെൽക്കം ടു സുധാസ് വേൾഡ്. ഇന്ന് രാവിലെ ഒരു സ്പെഷ്യൽ കൂട്ടാനാണത്. അതുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഒന്ന് കാണിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. ഇത് 3 കഷ്ണം അതന്നെ ഉപയോഗിക്കണം, എന്നാലേ ഈ കറി നന്നാവും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അപ്പോൾ എന്തൊക്കെ കഷ്ണങ്ങളെന്നൊന്ന് നോക്കാം. ഇതാണ് ചേമ്പ് കിഴങ്ങ് 2-3 എണ്ണം, ഈ കുമ്പളങ്ങയുടെ പകുതി കഷ്ണം എടുക്കുന്നുള്ളൂ, പിന്നെ മുരിങ്ങക്കായ കാണിച്ചു. ഈ 3 കഷ്ണമാണ് ഇപ്പോൾ ഇതിന് വേണ്ടത്. അപ്പോൾ ഇനി ഇതിനെയൊക്കെ ഇങ്ങനെ നന്നായി മുറിച്ചിട്ടുണ്ട്. കുമ്പളങ്ങ കുറച്ച് വലിയ വലിയ കഷ്ണം, അതിൻ്റെ കൂടെ തന്നെ അടിയിൽ ചേമ്പ് കിഴങ്ങുണ്ട്. അതിലത്തെ 2 ചേമ്പ് കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കണേ. 3 എണ്ണം കാണിച്ചു, 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഈ എല്ലാ കഷ്ണങ്ങളും അതുമാതിരി നന്നായി മുറിച്ച് വെള്ളത്തിലിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനെ ഞാൻ കുക്കറിലിട്ടിട്ട് ഈ ഒരു കഷ്ണം കൂടി ഇതിന് വേണം. ഈ കുമ്പളങ്ങയും ഈ ചേമ്പ് കിഴങ്ങും തന്നെ ഇതിലേക്ക് വേണം ഈ കറി ഉണ്ടാക്കുന്നതിന്. ഇതിൻ്റെ പേര് ഇരുപ്പുളി എന്ന് പറഞ്ഞാൽ 2 പുളി ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. വെച്ചാൽ മോരും കുറച്ച് വേണം, കുറച്ച് പുളിയും വേണം. ഈ 2 കഷ്ണം കൂടാ മുരിങ്ങക്കായ. അപ്പോൾ മുരിങ്ങക്കായ ഞാൻ ഇതിലിട്ടിട്ട് കുക്കറിൽ വേവിക്കുന്നില്ല. എന്താ വെച്ചാൽ ഒരുപാട് വെന്ത് അതങ്ങനെ കഷ്ണങ്ങളൊക്കെ വേറെ വേറെ ആവും. അങ്ങനെ ആവാതിരിക്കാൻ ഞാൻ ഇത് രണ്ടും ഇപ്പം ഞാൻ കുക്കറിലിട്ടിട്ട് കാണിക്കാം. ഈ കഷ്ണമൊക്കെ ഞാൻ മുരിങ്ങക്കായ അല്ലാതെ കുമ്പളങ്ങയും ചേമ്പ് കിഴങ്ങും ഇതിലേക്ക് ഇട്ടു. ഉപ്പിട്ടു, കുറച്ച് ഉപ്പിട്ടു, പിന്നെ മഞ്ഞൾ, ലേശം മഞ്ഞൾ. എന്നിട്ട് ഇതിനെ ഒന്ന് ഒരു 2 വിസിലിന് വേവിക്കുക. ഒരുപാട് വെന്ത് അങ്ങനെ ഉടയാനും പാടില്ല. ഇപ്പോൾ ഞാൻ കഷ്ണമൊക്കെ വേവിച്ചിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്, ഒരുപാട് വെന്തിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്കാണ് ഞാൻ എൻ്റെ മുരിങ്ങക്കായ ചേർക്കാൻ പോകുന്നത്. ഞാൻ ഈ കഷ്ണത്തിനെ വേറൊരു പാത്രത്തിലാക്കുകയാണ്. എന്താ വെച്ചാൽ ഇനി കുക്കർ വേണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിതിനെ ഒരു പാത്രത്തിലാക്കട്ടെ. ഞാൻ ഈ മുരിങ്ങക്കായ ഇനി ഇതിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് തിളച്ചാൽ, ഈ മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ചാൽ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ചെറിയൊരു പുളി കഷ്ണം ഉരുണ്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിക്കും. അപ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഈ മുരിങ്ങക്കായ ഒന്ന് തിളച്ചു. അപ്പോൾ ഞാൻ ലേശം പുളി ആഡ് ചെയ്യണം. ഇതന്നെ ഞാൻ മുഴുവൻ ആഡ് ചെയ്യുന്നില്ല, കുറച്ച് കിട്ടണം. പക്ഷേ ഇതിലിനി മോരൊഴിക്കുമ്പോൾ, തൈര് ഒഴിക്കുമ്പോൾ കുറച്ച് കൂടി പുളി വരുമല്ലോ. അതിനാണ് ഇനി ഇരുപുളി എന്ന കറിക്ക് പേര് വരാൻ തന്നെ കാരണം. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ. എന്നിട്ട് ഈ അരപ്പ് നേരം കൊണ്ട്, അത് വേവുന്ന നേരം കൊണ്ട് ഈ തേങ്ങയും ഒരു 3 പച്ചമുളക്, അത് അവരവരുടെ എരിവനുസരിച്ച് ഇടുക. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ജീരകം ചേർക്കണ്ട. ഇത് മോര് കൂട്ടാനല്ല, തേങ്ങയും പച്ചമുളകും മാത്രമായിരിക്കുക. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് കറിയാണ്. പക്ഷേ ഈ കറിയുടെ ടേസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നോട് പറയണം. അത്രയും ടേസ്റ്റാണ് ഈ കറി. ഇപ്പം ഞാൻ ഈ പച്ചമുളകും തേങ്ങയും കൂടെ അരച്ചത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു കയ്യിൽ തൈര് കൂടെ ഒഴിക്കുകയാണ്. ഈ തൈര് ഒഴിക്കുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. 2 പുളിയും കൂടിയുള്ള കറിയാണിത്. നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് പുളി അനുസരിച്ചിട്ട് വേണമല്ലോ തൈര് ആഡ് ചെയ്യാൻ. ഇവിടെ പുളി അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ചിട്ട് വറുത്തിടുമ്പോൾ കാണിക്കാം. ഇപ്പോൾ കണ്ടോളൂ, കറിയൊക്കെ നന്നായി തിളച്ചു. ഞാനിതിനെ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ല ഒരു തണ്ടോട് കൂടിയ കറിവേപ്പില ഇതിലേക്ക് ഇങ്ങനെ കശക്കിയിട്ട് ഇടുകയാണ്. എന്നിട്ട് ഇത് അടച്ച് വെക്കുകയാണ്. ഇനി ഒന്ന് വറുത്തിടാം. ഈ കറിയിൽ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടാലും മതി. പക്ഷെ ഞാനൊന്ന് കടുക് വറക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ എനിക്ക് ആ കടുകിൻ്റെ കൂടെ ഉലുവട മണവും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. എപ്പോഴും ഒരു പുളിയുള്ള കറിയിൽ കുറച്ചൊരു 2 തരി ഉലുവ ഇട്ടിട്ട് കടുക് വറുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനങ്ങനെ കടുക് വറുത്തു.
കടുകിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പം എൻ്റെ ടേസ്റ്റി ഇരുപുളി എന്നുള്ള കാര്യമാണ്. ഇതിൽ ഞാൻ പറയാം, ഈ കടുക് വറക്കേണ്ട ആവശ്യം തീരെയില്ല, വെളിച്ചെണ്ണ താഴ്ച്ചാലും മതി. പക്ഷെ ഞാൻ കടുകൊന്ന് വറുത്തിട്ടു. ഈ കറി എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എന്താ കാര്യം വെച്ചാൽ അതിഗംഭീരമാണ് ഈ കറി കേട്ടോ. സോ ടേസ്റ്റി. ജീരകമൊന്നുമില്ല, ഇതൊരു മോയി കൂട്ടാനുമല്ല. അപ്പം ഈ കഷ്ണങ്ങൾ വെച്ച് ചെയ്താൽ മാത്രം തന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയാം ഏതെങ്കിലും കഷ്ണം ഇട്ടോളൂ, വെള്ളരിക്ക ഇട്ടോളൂ, പിന്നെ വാഴയ്ക്ക ഇട്ടോളൂ എന്നൊക്കെ പറയാം. പക്ഷേ ഈ കറിയിലേക്ക് ഈ കഷ്ണങ്ങൾ തന്നെ വേണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, പ്ലീസ് എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ എന്തെങ്കിലും എനിക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് ബൈ ഫ്രം സുധ.